വിജയദശമി ദിനത്തിൽ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുകയാണ് കുരുന്നുകൾ എന്നിപ്പോൾ കേരളത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിലും കേന്ദ്രങ്ങളിലുമൊക്കെ വിവിധ ആരാധനാലയങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നു. ഷെബിദ് റാവുത്തർ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയായ റോസ് ഹൗസിലുണ്ട്. അവിടെയും എഴുത്തിനിരുത്ത് ചടങ്ങ് നടന്നു. അതുപോലെ YS അഭിനന്ദ് കോഴിക്കോട് അഴകൊടി ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതുപോലെ ചേറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്ന് ആൻമരിയ സണ്ണി തത്സമയം വരും. ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ബൽറാം നെടുങ്ങാടി എത്തും. കൽപ്പറ്റ മണിയങ്കോട് ക്ഷേത്രത്തിൽ നിന്ന് സമീർ സി മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. എല്ലാവർക്കും വിജയദശമി ആശംസകൾ നേരുന്നു. ഗുഡ് മോർണിംഗ്. ആദ്യം കോഴിക്കോട് അഴകൊടി ക്ഷേത്രത്തിലേക്ക് YS അഭിനന്ദ് തത്സമയം ചേരുന്നു. അവരെന്തേ കോഴിക്കോട് എത്തിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളല്ലോ, കോഴിക്കോടൊക്കെ പിടിച്ചോ വിവരങ്ങൾ? കോഴിക്കോട് അടിപൊളിയായിട്ടുണ്ട്, അങ്ങനെ പോകുന്നു. ഇപ്പോൾ ഞാനുള്ളത് അഴകൊടി ദേവീക്ഷേത്രത്തിലാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചോളം വിദ്യാരംഭ ചടങ്ങുകൾ ഏറ്റവും പ്രധാനമായി നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. രാവിലെ 8 മണി മുതലാണ് ഇവിടെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇവിടെ ധാരാളം ആളുകൾ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിലും ഒപ്പം തന്നെ ഇവിടേക്കും എത്തുന്നുണ്ട്. ദൃശ്യങ്ങൾ നടക്കാൻ കാണുന്ന പോലെ തന്നെ പലതരത്തിലുള്ള വികാരങ്ങളുമായിട്ടാണ് കുട്ടികൾ എത്തുന്നത്. ഓരോരുത്തരുടെ മുഖഭാവങ്ങൾ കാണുമ്പോൾ അറിയാം. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇപ്പോൾ എഴുത്തിന് തയ്യാറെടുക്കുന്ന ഒരു ബാലനെയാണ്. അവനിപ്പോൾ വന്ന് ഇരിക്കുകയാണ്. ഇതിനു ശേഷം സംസാരിക്കുന്നുണ്ട്. മേൽശാന്തിയുടെയും കീഴ്ശാന്തിയുടെയും നേതൃത്വത്തിലാണ് ഈ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. 1 മണിവരെ ചടങ്ങുകൾ ഉണ്ടാകും. അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണം ഇന്നലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ 5 മണി മുതൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടേക്ക് എത്തി ദർശനം പൂർത്തീകരിച്ചതിന് ശേഷം ഈ വിദ്യാരംഭ ചടങ്ങുകൾ ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തി. ഇവിടെ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചതിന് ശേഷം ആദ്യം നാക്കിലയിൽ ഈ കാണുന്ന കണക്ക് നാക്കിലയിൽ ആദ്യം അതിനുശേഷം ഹരിശ്രീ ഗണപതായ നമഃ. അതിനുശേഷമാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് ഈ മേൽശാന്തിമാർ സമ്മാനം നൽകും. കളിക്കുടുക്ക, ബാലരമ, അങ്ങനെ എല്ലാം ഇവിടെ തയ്യാറായിരിക്കുന്നുണ്ട്. അതിന് 1 മണിവരെ ആയിരിക്കും ചടങ്ങുകൾ നടക്കുക. ഇങ്ങനെ 2 വർഷങ്ങളിൽ ഇപ്പോൾ ആദ്യാക്ഷരം കുറിക്കുന്ന തിരക്കിലാണ് കുരുന്നുകളുള്ളത്. പലതരത്തിലുള്ള മുഖങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കൊരു ചോദിക്കാം, വിദ്യാരംഭ ചടങ്ങുകൾ കഴിഞ്ഞോ? ആദ്യാക്ഷരം കുറിക്കാൻ പോയി തുടങ്ങുന്നേ? എവിടെന്നാ വരുന്നത്? ഞങ്ങള് കോഴിക്കോട്. കോഴിക്കോട് അഴകൊടി ദേവീക്ഷേത്രത്തിലും ഇപ്പോൾ വിദ്യാരംഭ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. 8 മണി മുതൽ ആരംഭിച്ച ചടങ്ങുകൾ ഇങ്ങനെ തുടരുകയാണ്. പലതരത്തിലുള്ള മുഖങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. SK. ഓക്കെ, താങ്ക് യു. YS അഭിനന്ദാണ് നൽകിയത് വിവരങ്ങൾ. കോഴിക്കോട് ശ്രീ അഴകൊടി ക്ഷേത്രത്തിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ഇനി എറണാകുളം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്ന് ആൻമരിയ സണ്ണി കൂടി തത്സമയം. ആൻമരിയ, അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഒരുപാട് ഭക്തജനങ്ങളുണ്ടോ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്ന്? തീർച്ചയായിട്ടും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയാണ്. രാവിലെ അത് 5:30 കൂടി തന്നെ ഈ ക്ഷേത്രത്തിലേക്ക് വലിയ തരത്തിലുള്ള ആളുകൾ എത്തുന്നതാണ്. ക്ഷേത്രത്തിന് പുറത്തേക്കൊക്കെ വ്യാപിച്ചു കിടക്കുന്ന ഒരു നീണ്ട ക്യൂ ആയിരുന്നു ഈ വിദ്യാരംഭത്തോടനുബന്ധിച്ച് ഇവിടെ ഉണ്ടായിരുന്നത്. ആദ്യം പന്തിരടി പൂജയ്ക്കും സരസ്വതി പൂജയ്ക്കും ശേഷം ഇപ്പോൾ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ചിലരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, എന്താ നടക്കുന്നതെന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിലൊക്കെയാണ് ചിലരൊക്കെ ഇരിക്കുന്നത്. ചിലർക്കൊക്കെ ഭയങ്കര സങ്കടമാണ്. ചിലർ ആ ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ കരയാൻ വേണ്ടി തുടങ്ങും. പിന്നെ അമ്മയെന്നുള്ള വിളിച്ചിൽ കരച്ചിലാണ്. പിന്നെ അമ്മ അടുത്ത് വന്നതിന് ശേഷമായിരിക്കും ഹരിശ്രീ കുറിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറായിട്ട് നിൽക്കുന്നത്. ഇങ്ങനെ കരഞ്ഞും ചിരിച്ചുമൊക്കെ ഇറങ്ങുന്ന വ്യത്യസ്ത മുഖഭാവങ്ങളോട് കൂടി ഇറങ്ങുന്ന കുരുന്നുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അതിഗംഭീരമായിട്ടുള്ള ഒരുക്കങ്ങളും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ചില പുസ്തകങ്ങൾ നൽകുന്നുണ്ട്, പേനകൾ നൽകുന്നുണ്ട്. പിന്നീട് ബിസ്ക്കറ്റുകളൊക്കെ വിതരണം ചെയ്തുകൊണ്ടാണ് ഇവരെ ഇവിടെ നിന്നും യാത്രയാക്കുന്നത്. അങ്ങനെയാണ് ഇവരുടെ ഹരിശ്രീ ഇവിടെ കുറിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് സംഘാടകർ പറയുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 700-ലധികം ആളുകളാണ് ഇവിടെ വിദ്യാരംഭ അക്ഷരം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരുന്നത്. പിന്നീട് അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇത്തവണ രജിസ്റ്റർ നടത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെയുള്ള സംഘാടകർ അല്പസമയങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ചെറിയ മടിയോടുകൂടി ഒക്കെ കുരുന്നുകൾ അക്ഷരം കുറിക്കുകയാണ്. ഒരുപാട് അല്പസമയങ്ങളായി ഈ ചോറ്റാനിക്കര അമ്പലത്തിൽ ഈ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിട്ട് ആദ്യഘട്ടത്തിലൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് ഫുൾ ജെൻസി കുട്ടികളെ പോലെ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിൽ മൂഡിലൊക്കെ ഹരിശ്രീ കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ SKN ചോറ്റാനിക്കര അമ്പലത്തിലെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. വിദ്യാരംഭം കുറിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കുരുന്നുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.